ഓരോ മൊഴിക്കും പിന്നിലുണ്ട് ഒരു യുഗത്തിൻ്റെ ഓർമ്മ. ഓരോ പഴമൊഴിയും പേർന്നുണ്ട് കാലം മായ്ക്കാത്ത സത്യങ്ങൾ. അങ്ങനെ വാക്കുകളുടെ വെളിച്ചം കഥയിലേക്ക് പകരുകയാണ് മൊഴിയോരം. പ്രശസ്തമായ ഒരു വാചകത്തിൽ നിന്നോ നിങ്ങൾ കേട്ട് മറന്ന ഒരു പഴഞ്ചൊല്ലിൽ നിന്നോ ഞങ്ങൾ ഒരു കഥ കണ്ടെത്തുന്നു. ആ സന്ദേശത്തെ ഒരു സംഭവമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ പുതിയ സംരംഭത്തിന് ഞങ്ങൾ പേര് നൽകുന്നു കഥാന്തരം. വാക്കുകളുടെ ആഴവും കഥകളുടെ സൗന്ദര്യവും തേടുന്ന ഏവർക്കും സ്വാഗതം. വിശപ്പടക്കാൻ ആവശ്യമില്ലാത്ത ഒന്നിനെയും നശിപ്പിക്കാൻ സിംഹത്തിന് കാരണങ്ങളില്ല. ആയതിനാൽ ഒരു സിംഹത്തെ മെരുക്കുന്നവൻ്റെ ധൈര്യത്തെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ടതില്ല. നാടകകൃത്തും ചിന്തകനുമായ ബെർണാഡ് ഷായുടെ ഈ പ്രശസ്തമായ ഉദ്ധരണി നമ്മുടെ പല എഴുത്തുകാരും അഭിമുഖങ്ങളിലും പ്രസംഗങ്ങളിലും പങ്കുവയ്ക്കുന്ന ഒരു ആശയമാണ്. മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, വിവിധ പ്രദേശങ്ങളുടെ പേരിൽ പരസ്പരം പോരടിക്കുന്നതിന് കാരണം കൃത്രിമമായ ഇത്തരം വേർതിരിവുകളും വിശ്വാസ സംഹിതകളുമാണ്. മനുഷ്യൻ്റെ സാമൂഹ്യ ഘടനയിലെ വിഭാഗീയ ചിന്തയാണ് അവനെ ക്രൂരനാക്കുന്നത്. ഒരു സിംഹം ഒരു പശുവിനെ കൊല്ലുമ്പോൾ വയറ് നിറയ്ക്കണം എന്ന ഒറ്റ ലക്ഷ്യമേ കാണൂ. എന്നാൽ മനുഷ്യൻ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവൻ്റെ ലക്ഷ്യം അനന്തമായ അധികാരത്തിൻ്റെ വിശപ്പ് തീർക്കലാണ്. ചരിത്രത്തിൻ്റെ താളുകളിൽ തപ്പി നോക്കിയാൽ ഈ വിശപ്പിൻ്റെ ഭീകരത കാട്ടിത്തന്ന ഒരു രാജാവാണ് അശോകൻ. അദ്ദേഹം ആദ്യം വിജയം എന്ന ആശയത്തിൻ്റെ അനുയായിയായിരുന്നു. പിന്നീട് അദ്ദേഹം ധർമ്മം എന്ന പുതിയ ആശയത്തിൻ്റെ അനുയായിയായി. ആശയങ്ങൾ അവ മനുഷ്യൻ്റെ കയ്യിലെ ആയുധങ്ങളാണ്. മൃഗങ്ങളുടെ ലോകത്ത് ഒരു പോരാട്ടം അവസാനിക്കുന്നത് വിശപ്പടങ്ങുമ്പോഴാണ്. എന്നാൽ മനുഷ്യൻ്റെ ലോകത്ത് ഒരു യുദ്ധം അവസാനിക്കുന്ന അധികാരത്തിൻ്റെ കിരീടം ചോരയിൽ കുതിരുമ്പോഴാണ്. ആ കിരീടത്തിന് ഒരിക്കലും വിശപ്പടങ്ങുകയുമില്ല. അങ്ങനെ അധികാരം എന്ന ഭ്രാന്തൻ സിംഹാസനത്തിൽ കയറിയിരുന്ന് ഭൂമി എൻ്റേത് മാത്രം എന്നലറിയ ഒരു ചക്രവർത്തിയും സ്വാതന്ത്ര്യം എന്ന ഒറ്റ മന്ത്രം മാത്രം ആയുധമാക്കിയ ഒരു ജനതയും തമ്മിൽ നടന്ന ഒരു ഏറ്റുമുട്ടലാണ് കലിംഗയുദ്ധം. അത് വെറും ഒരു പോരാട്ടമായിരുന്നില്ല, മനുഷ്യൻ്റെ മനസാക്ഷി എഴുതിത്തള്ളപ്പെട്ട ഒരു മഹാകാവ്യമായിരുന്നു. ആ യുദ്ധം നടന്നത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന അശോകനും അന്നത്തെ കലിംഗ രാജ്യവും തമ്മിലായിരുന്നു. അശോകൻ അന്ന് ഭീതിയുടെ നിഴൽ പടർത്തിയ ക്രൂരനായ യോദ്ധാവായിരുന്നു. വിശാലമായ ഭാരതഭൂമി മുഴുവൻ തൻ്റെ കാൽ കീഴിലാക്കണമെന്ന വിജയത്തിൻ്റെ തീരാവ്യാമോഹം അദ്ദേഹത്തിൻ്റെ സിരകളിലെ രക്തമായി തിളച്ചു. കലിംഗം മാത്രം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ കാൽ കീഴിൽ വരാതെ സ്വാതന്ത്ര്യത്തിൻ്റെ കൽത്തുറുങ്കായി നിന്നു. അങ്ങനെ BC 261 ചക്രവർത്തിയുടെ സൈന്യം കലിംഗത്തിലേക്ക് ഇരച്ചു കയറി. അത് യുദ്ധമായിരുന്നില്ല, ആർത്തിയുടെ നൃത്തമായിരുന്നു. കലിംഗക്കാർ തങ്ങളുടെ മണ്ണും മാനവും കാക്കാൻ കടാരകളെടുത്തു. ഓരോ കലിംഗഭടനും തൻ്റെ നെഞ്ചിൽ സ്വാതന്ത്ര്യമെന്ന മന്ത്രം കൊത്തിവെച്ചു. എങ്കിലും എണ്ണം കൊണ്ടും ആയുധബലം കൊണ്ടും മൗര്യ സൈന്യം അവരെ കടലെന്ന പോലെ വിഴുങ്ങി. യുദ്ധക്കളം വെറുമൊരു മൈതാനമായിരുന്നില്ല, അത് മരണമെന്ന പിശാചിൻ്റെ ചോരപാത്രമായി മാറി. ഏകദേശം 100,000-ലധികം പേർ കൊല്ലപ്പെട്ടു. അതിലധികം പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു. കലിംഗയുടെ മണ്ണിൽ വീര്യം ഒഴുകിപ്പോയ ചോര ഒരു ചുവന്ന നദിയായി ഒഴുകി നീങ്ങി. യുദ്ധം അവസാനിച്ചു, അശോകൻ വിജയിച്ചു. പക്ഷെ വിജയം ആഘോഷിക്കാൻ യുദ്ധക്കളത്തിലെത്തിയ ചക്രവർത്തി കണ്ടത് താൻ സ്ഥാപിച്ചെടുത്ത വിജയത്തിൻ്റെ വികൃത രൂപം ആയിരുന്നു. കൈകാലുകൾ നഷ്ടപ്പെട്ട ഭടന്മാർ, ഭർത്താക്കന്മാരെയും മക്കളെയും നഷ്ടപ്പെട്ട സ്ത്രീകളുടെ അലമുറകൾ, 100,000-ലധികം വരുന്ന നിശ്ചലമായ ശരീരങ്ങൾ. ആ നിമിഷം അശോകൻ്റെ വാളിൻ്റെ മൂർച്ചയേക്കാൾ കൂടുതൽ താൻ വരുത്തിവെച്ച മനുഷ്യ ദുരന്തത്തിൻ്റെ ഭാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയെ കുത്തിനോവിച്ചതു. അശോകൻ എന്ന തീജ്വാല അണഞ്ഞ് ധർമാശോകൻ എന്ന മെഴുകുതിരി വെളിച്ചം അവിടുന്ന് ഉദയം ചെയ്തു. അങ്ങനെ കലിംഗം അധികാരമെന്ന ചോരയൊഴുകുന്ന ആശയത്തിൽ നിന്ന് ധർമ്മമെന്ന പുതിയ ആശയത്തിലേക്ക് ഒരു ചക്രവർത്തിയെ പരിവർത്തനം ചെയ്യിച്ചു. ചരിത്രകാരന്മാർ പറയും പോലെ അശോകൻ്റെ ധർമ്മം വെറും ആത്മീയമായ ചിന്തയായിരുന്നില്ല, അത് സൈനിക വാളിൻ്റെ അധികാരം ധാർമ്മികതയുടെ ശക്തിയിലേക്ക് മാറ്റിസ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഭരണപരിഷ്കാരമായിരുന്നു. ആ കലിംഗയുദ്ധം നമുക്ക് നൽകിയ പാഠം മനുഷ്യൻ്റെ എല്ലാ യുദ്ധങ്ങളും അവസാനിക്കുന്നത് അവൻ്റെ കയ്യിലെ ആയുധം മാറ്റി അതിലും മൂർച്ചയേറിയ ഒരു പുതിയ ആദർശം ഹൃദയത്തിൽ സ്ഥാപിക്കുമ്പോഴാണ്. ഈ നൂറ്റാണ്ടിലും കേൾക്കുന്ന യുദ്ധഭേരികൾ അന്ന് കലിംഗയിൽ ചിന്തിയ അതേ ചോരയുടെ തുടർച്ചയല്ലേ? ഡ്രോണുകൾ പേറുന്ന ആധുനിക മിസൈലുകൾ അന്ന് അശോകൻ്റെ സൈന്യമെറിഞ്ഞ കുന്തങ്ങളെക്കാൾ ക്രൂരമല്ലേ? കാരണം അന്നത്തെ ക്രൂരതയ്ക്ക് പിന്നിൽ വെറും ഭൂമിയുടെ വിശപ്പ് മാത്രമായിരുന്നെങ്കിൽ ഇന്നത്തെ യുദ്ധത്തിന് പിന്നിൽ ദേശീയതയുടെ, മതത്തിൻ്റെ, സാമ്പത്തിക ലാഭത്തിൻ്റെ 1000 മുഖങ്ങളുണ്ട്. എന്നാൽ ഈ ചോരപ്പുഴകളെ തടയാൻ അന്നൊരു രാജതന്ത്രം പിറന്നു, അശോകൻ്റെ അഹിംസ എന്ന കവചം. അത് വെറും ആത്മീയമായ പുതപ്പായിരുന്നില്ല, രാഷ്ട്രീയത്തിൻ്റെ ഉരുക്കു ചങ്ങലയായിരുന്നു. ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയവർ അശോകൻ്റെ ഈ പരിവർത്തനത്തെ കേവലം ഒരു വൈകാരിക തീരുമാനമായി കണ്ടില്ല,
അവർ കണ്ടത് സൈനിക ശക്തിയെ തകർക്കാൻ പോന്ന ഒരു പുതിയ ഭരണസൂത്രത്തെയാണ്. അശോകൻ്റെ കിരീടത്തിന് പിന്നിൽ മുത്തച്ഛനായ ചന്ദ്രഗുപ്ത മൗര്യനെ പഠിപ്പിച്ച ചാണക്യൻ്റെ തന്ത്രങ്ങളുടെ നിഴൽ വീണിരുന്നു. അധികാരം നിലനിർത്താനുള്ള മാന്ത്രിക ദണ്ഡാണ് ധർമ്മം. അർത്ഥശാസ്ത്രമനുസരിച്ച് ഒരു രാജ്യം സുസ്ഥിരമാകണമെങ്കിൽ ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കണം. സൈന്യത്തിൻ്റെ ഭയം ഒരു പരിധിവരെ മാത്രം നിലനിൽക്കും. എന്നാൽ ധാർമ്മികമായ ഒരു പൊതുചിന്ത അടിച്ചേൽപ്പിക്കുമ്പോൾ ഓരോ പൗരനും സ്വയം നിയമപാലകനായി മാറുന്നു. ഇതാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഭരണം നിലനിർത്താനുള്ള തന്ത്രം. വിശ്വവിഖ്യാതനായ ചരിത്രകാരൻ D.D. കൊസംബ് തൻ്റെ ദി കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ ഇൻ ഹിസ്റ്റോറിക്കൽ ഔട്ട്ലൈൻ എന്ന ഗ്രന്ഥത്തിൽ അശോകൻ്റെ നയത്തെ സാമൂഹിക സാമ്പത്തിക വീക്ഷണകോണിൽ വിശദീകരിച്ചിട്ടുണ്ട്. ധർമ്മം എന്നത് സമ്പദ് വ്യവസ്ഥയുടെ ഇരുമ്പ് കടുപ്പമുള്ള പശ ആയിരുന്നു. യുദ്ധം തകർത്ത സാമ്രാജ്യത്തിന് ഇനി വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല. വിവിധ ഗോത്രങ്ങളെയും ജാതികളെയും ഒരൊറ്റ നീതി നിയമത്തിൽ കോർത്തിണക്കി ജനങ്ങൾ പരസ്പരം പോരടിക്കുന്നതിന് പകരം ശാന്തരായി കൃഷിയിലേക്കും ഉൽപ്പാദനത്തിലേക്കും തിരിയുന്നത് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. അഹിംസയിലൂടെ ആഭ്യന്തര കലഹം ഇല്ലാതാക്കി അധികാരത്തെ സുരക്ഷിതമാക്കി. റോമിലാത്താപ്പർ തൻ്റെ അശോക ആൻഡ് ദി ഡിക്ലൈൻ ഓഫ് ദി മൗര്യ എന്ന കൃതിയിൽ ഈ വാദത്തെ ഏറ്റവും ശക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സാമ്രാജ്യത്തെ ഒന്നിച്ചു നിർത്താനുള്ള ഭരണഘടനയായിരുന്നു അഹിംസ. മൗര്യ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ വികസിച്ചപ്പോൾ ഭാഷയും സംസ്കാരവും മതവും തീർത്ത വിടവുകൾ വലുതായി. ഈ വൈവിധ്യമാർന്ന ജനതയെ സൈനികാധിപത്യത്തിലൂടെ നിലനിർത്താൻ പ്രയാസമാണ്. അഹിംസ, സഹിഷ്ണുത, മനുഷ്യരിലെ പരസ്പര ബഹുമാനം എന്നിവ ഊന്നിപ്പറഞ്ഞുകൊണ്ട് അശോകൻ ഒരു പൊതുവായ ഭരണപ്രത്യയശാസ്ത്രം സ്ഥാപിച്ചു. ഇത് സൈനിക ചെലവില്ലാത്ത മനസ്സ് കീഴടക്കിയുള്ള ഭരണം സാധ്യമാക്കി. അഹിംസ എന്നത് അശോകന് നയതന്ത്രത്തിലെ പുതിയ വാൾ ആയിരുന്നു. യുദ്ധം ഒഴിവാക്കിയപ്പോൾ സൈന്യത്തിന് ചെലവഴിക്കേണ്ടി വരുന്ന പണവും മനുഷ്യശക്തിയും മിച്ചമായി. ഈ പണം അദ്ദേഹം ക്ഷേമപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു. അയൽ രാജ്യങ്ങളുമായി യുദ്ധം നിർത്തി ധാർമ്മികമായ വിജയം ലക്ഷ്യമിട്ടു. ഇത് അതിർത്തികൾ ശാന്തമാക്കി. അതായത് ശത്രുരാജ്യങ്ങളെ സൈനികമായി ഭയപ്പെടുത്തുന്നതിന് പകരം ധാർമ്മികമായി സ്വാധീനിക്കാനുള്ള ഒരു തന്ത്രമായി മാറി. ധർമ്മം എന്ന പൊതുവേദിയിൽ എല്ലാ മതങ്ങളെയും ജാതികളെയും ഒന്നിച്ചു നിർത്തി. പരസ്പരം പോരടിക്കുന്നത് അധർമ്മമാക്കി പ്രഖ്യാപിച്ചതോടെ ആഭ്യന്തര കലഹങ്ങൾ കുറഞ്ഞു, ആഭ്യന്തര ഭീഷണികളും ഇല്ലാതായി. അശോകൻ്റെ ശിലാശാസനങ്ങളിൽ അഹിംസയെ നിയമപരവും ധാർമ്മികവുമായ ഒരു ഉത്തരവായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ചരിത്രത്തിൻ്റെ കണ്ണാടിയിൽ അശോകൻ്റെ അഹിംസ ഒരു മനോഹരമായ കവചമായിരുന്നു. ആദ്യം അത് ചോരയിൽ മുക്കിയ ഒരു ലോഹക്കവചമായിരുന്നെങ്കിൽ പിന്നീട് അത് ധാർമ്മികതയുടെ വെളിച്ചം നിറഞ്ഞ പുതിയൊരു ഭരണ കവചമായി മാറി. ഇന്ന് ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നത് നീതിയുടെയും ദേശീയതയുടെയും പേരിൽ മനുഷ്യൻ നിർമ്മിച്ചെടുത്ത കൃത്രിമമായ ആദർശങ്ങൾ കൊണ്ടാണ്. ഈ ആദർശങ്ങളാണ് നമ്മുടെ പുതിയ കലിംഗ യുദ്ധങ്ങൾ. അശോകൻ്റെ തന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ഭരണാധികാരി ധാർമ്മികതയുടെ നാടകം കളിക്കുമ്പോൾ അയാൾ ലക്ഷ്യമിടുന്നത് ജനങ്ങളുടെ ഹൃദയത്തെയാണോ അതോ തൻ്റെ കിരീടത്തിൻ്റെ സ്ഥിരതയാണോ എന്ന് നാം തിരിച്ചറിയണം. കാരണം അധികാരം നിലനിർത്താൻ ധർമ്മത്തെ ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ തന്ത്രം ലോക ചരിത്രത്തിൽ മറ്റൊന്നുണ്ടായിട്ടില്ല.